ചേരേണ്ടതേ ചേരൂ, ചേർക്കാവൂ. ചെറുകഥ. രചന ദിവാകരൻ PK പൊന്മേരി. ചാമുണ്ടിപ്പറമ്പത്ത് വിശ്വൻ ഒരു പാവമാണെന്ന് പറഞ്ഞാൽ പോരാ, പച്ചപ്പാവം. ആരെങ്കിലും കരളു പറിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കുന്നവൻ. ആര് ഏത് പാതിരാത്രിയിലും സഹായത്തിന് വിളിച്ചാൽ ഓടിയെത്തുന്നവൻ. നിറവും പൊക്കവും കുറവാണ്. പോരാഞ്ഞിട്ട് സാമ്പത്തികമായും മെച്ചമില്ല. എങ്കിലും തൻ്റെ മുൻപിൽ വന്ന് സങ്കടവും ആവലാതിയും പറയുമ്പോൾ വിശ്വൻ്റെ കണ്ണു നിറയും. കയ്യിലില്ലെങ്കിൽ മറ്റാരിൽ നിന്നെങ്കിലും കൈനീട്ടി വാങ്ങിക്കൊടുക്കും. ഇന്നുവരെ ആരും വിശ്വന് തിരിച്ചു കൊടുത്തതായി അറിവില്ല. എന്നാൽ വിശ്വൻ്റെ പാടാനുള്ള കഴിവിൽ നാട്ടുകാർ എന്നും പൊക്കത്തിലാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അവൻ്റെ നാട്ടുകാരിയായ ചന്ദ്രമതിയാണ് ഏറ്റവും വലിയ ആരാധിക. വിശ്വൻ്റെ പാട്ടിൽ ചന്ദ്രമതി മതിമറക്കും. എപ്പോൾ കണ്ടാലും 2 വരി പാടിപ്പിച്ച് ചന്ദ്രമതി വിടുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് വിശ്വനും ചന്ദ്രമതിയും പ്രേമമാണെന്നല്ലേ? നിങ്ങൾക്ക് തെറ്റി. ചന്ദ്രമതി അതീവ സുന്ദരിയും സാമ്പത്തികമായി ഉന്നതിയിലുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ദീർഘകാല സൗഹൃദത്തിനിടയിൽ വിശ്വൻ ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. വിശ്വന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ദാമു സുന്ദരനും സുമുഖനുമാണ്. നാട്ടിലുള്ള സകല പെണ്ണുങ്ങൾക്കും ദാമുവിനെ അറിയാം. ഏതൊരു പെണ്ണിനെയും വീഴ്ത്താനുള്ള അസാമാന്യ മാന്ത്രിക ശക്തിയുമുണ്ട്. എന്നാൽ ചന്ദ്രമതിയുടെ അടുത്ത് മാത്രം ഒന്നും വിലപ്പോയില്ല. അവളെ വളച്ചേ വിശ്രമമുള്ളൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് ദാമു. വിശ്വൻ വർഷങ്ങളായി പെണ്ണ് കാണാൻ പോകുന്നു. ഒന്നും ശരിയാകാത്തത് കൊണ്ട് ആകെ വിഷമത്തിലാണ്. എല്ലാം ശരിയാവൂടാ, നീ വിഷമിക്കാതെ. നിഴലുപോലെ എന്നും കൂടെ ഉണ്ടാവുന്ന ദാമുവിൻ്റെ ആശ്വാസവാക്കിൻ്റെ ബലത്തിലാണ് വിശ്വൻ നാളുകൾ കഴിയുന്നത്. ഓ, നല്ല അപ്സരസിനെ നോക്കി നടന്നോ? വയസ്സ് കൂടുന്നുണ്ടേ. നാട്ടിലെ പെണ്ണിനെ ഒന്നും വിശ്വന് പിടിക്കൂലല്ലോ. ചന്ദ്രമതിയുടെ കളിയാക്കലിനോട് ദേഷ്യമൊന്നും തോന്നിയില്ല. എടോ, എന്താ നീ പറയണേ? എന്നെ ആരിഷ്ടപ്പെടാനാ? എനിക്ക് എന്ത് യോഗ്യതയാ ഉള്ളത്? അമ്മയുടെ കരച്ചിലും പിഴിച്ചിലും കാണാൻ വയ്യാത്തത് കൊണ്ടാ എന്നും ഈ പെണ്ണ് കാണലിനായി തെക്ക് വടക്ക് നടക്കുന്നത്. ആലക്കൽ പുല്ലു പശു തിന്നൂലല്ലോ. അതെന്താണ് ചന്ദ്രമതി അങ്ങനെ പറഞ്ഞതെന്ന് വിശ്വനു ഒരു പിടിയും കിട്ടിയില്ല. ഞാൻ പോട്ടെ വിശ്വ, പാട്ട് കേൾക്കണമെന്നുണ്ട്. ഇപ്പോൾ മൂടില്ല, പിന്നെ കാണാം. ചന്ദ്രമതി പാവാടത്തുമ്പ് പിടിച്ച് പാദസരം കിലുക്കിക്കൊണ്ട് വേഗത്തിൽ നടന്നകലുമ്പോൾ വിശ്വൻ അറിയാതെ അവളെ നോക്കി നിന്നു. എന്തൊരു ചന്തമാണ്! അവളെ കിട്ടുന്നവൻ എത്ര ഭാഗ്യവാൻ! മോശം. എന്താ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു? സമ്പത്തും സൗന്ദര്യവും സ്വഭാവവും എല്ലാം തികഞ്ഞ അവൾക്ക് നല്ലൊരു ഭാവിയുണ്ടാവും. തീർച്ച. തൻ്റെ ചിന്തയ്ക്ക് കടിഞ്ഞാണിടാൻ വിശ്വൻ നടത്തത്തിന് വേഗത കൂട്ടി. അങ്ങനെ ഇരിക്കെ വിശ്വനും സുഹൃത്തും കൂടി കണ്ട പെണ്ണിനെ ബന്ധുക്കളെല്ലാം കൂടി ഉറപ്പിച്ച് വിശ്രമമില്ലാതെ കല്യാണത്തിരക്കിനിടയിൽ ചന്ദ്രമതിയെ കണ്ടുമുട്ടി. വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും തലേ ദിവസം നേരത്തെ അങ്ങ് എത്തിയേക്കണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുവേ. ആരുടെ സ്വഭാവം മാറിയാലും ചന്ദ്രമതിയുടെ സ്വഭാവം മാറില്ല. ആർക്കും മാറ്റാനും ആകില്ല. ഈയിടെയായിട്ട് ചന്ദ്രമതി പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്തോ ഞാൻ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നു. എന്തൊക്കെ തിരക്കുണ്ട്, ഒന്നിനും സമയമില്ല. നടക്കണോ ഓടണോ എന്ന ചിന്തയിലായി വിശ്വൻ. കല്യാണ മണ്ഡപത്തിലിരുന്ന വിശ്വന്റെ മനസ്സ് പിടയ്ക്കാൻ തുടങ്ങി. അവൾക്കെന്നെ ഇഷ്ടപ്പെട്ട് കാണുമോ എന്ന ചിന്ത മതിക്കാൻ തുടങ്ങി. കൂട്ടിനു വേണ്ടി കൂട്ടുകാരനെ അടുത്തു തന്നെ നിർത്തിയിരുന്നു. കല്യാണപ്പെണ്ണ് വരണമാല കയ്യിലെടുത്തതും സുഹൃത്തായ ദാമുവിൻ്റെ കഴുത്തിൽ അണിയിച്ചു. എന്നിട്ട് സിനിമാ സ്റ്റൈലിൽ ഇങ്ങനെ വിളിച്ചുകൂവി, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ദാമുവേട്ടൻ്റെ കൂടെയായിരിക്കും. അയാളെയാണ് എനിക്കിഷ്ടം. ഇത് പറഞ്ഞപ്പോൾ പെണ്ണുകാണൽ ചടങ്ങിൻ്റെ അന്ന് ദാമു പറഞ്ഞത് ഓർത്തു. ഞാൻ നിന്റെ സുഹൃത്തല്ലേ, നിനക്ക് അവളോട് സംസാരിക്കാൻ മടിയുണ്ടെങ്കിൽ എല്ലാം ഞാൻ സംസാരിക്കാം. വിശ്വൻ ദാമുവിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ദാമു പെട്ടെന്ന് മുഖം തിരിച്ചു നിന്നു. ആകെ ബഹളമായി. എന്തു ചെയ്യണം
എന്തു പറയണമെന്നറിയാതെ ആൾക്കൂട്ടം തരിച്ചു നിന്നു. പെട്ടെന്ന് മണ്ഡപത്തിലേക്ക് കുതിച്ചുകൊണ്ട് ചന്ദ്രമതി വിയർത്തു കുളിച്ചുകൊണ്ട് ഓടി വന്നു. വിശ്വേട്ടൻ വിഷമിക്കേണ്ട. വിശ്വേട്ടൻ എന്നെ ഇഷ്ടമാണെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിരസിക്കാം. പക്ഷേ വിശ്വേട്ടനല്ലാതെ മറ്റൊരാൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അതുറപ്പാ. പെണ്ണിൻ്റെ വാക്കാ. ഉറച്ച വാക്കിൻ്റെ ശക്തിയെക്കുറിച്ച് കൂടി നിന്നവർക്കാർക്കും സംശയമുണ്ടായില്ല. അപ്പോൾ തന്നെ വിശ്വൻ ചന്ദ്രമതിയെ താലി ചാർത്തി സ്വന്തമാക്കി. കൊട്ടും കുരവയും കൊഴുപ്പുകൂട്ടി കൂട്ടത്തിൽ ആരൊക്കെയോ വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു, വിശ്വൻ പാട്ടുപാടണം. വിശ്വൻ ഒന്ന് പാടാൻ പോയിട്ട് എന്തെങ്കിലും പറയാൻ പോലും പറ്റാതെ വീർത്തു കുളിച്ചു നിന്നു. അപ്പോൾ സ്റ്റീരിയോ ബോക്സിൽ നിന്നുയർന്ന പാട്ടിനൊപ്പം എല്ലാവരും തകർത്ത് ആടി രസിച്ചു.